നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഇടപെടാനാകില്ല എന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനം, ഹർജി തള്ളുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ജസ്റ്റിസുമാരായ VG അരുൺ, S മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി തള്ളുക എന്നൊരു തീരുമാനം സ്വീകരിച്ചത്. വരണാധികാരി പത്രിക സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വിഷയം തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെയേ ഉന്നയിക്കാനാകൂവെന്നാണ് ഹൈക്കോടതി ഹർജിക്കാരോട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പോസ്റ്റൽ ബാലറ്റ് പോളിംഗ് വരെ നടന്നു കഴിഞ്ഞു എന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. കോൺഗ്രസ് നേതാവ് ആവണി ബെൻസൽ, ബംഗളൂരു സ്വദേശി രഞ്ജിത്ത് തോമസ് എന്നിവരാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണം എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശക പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചെന്നും ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാതെ പത്രിക സ്വീകരിച്ചുമെന്നായിരുന്നു ഹർജിയിൽ ഹർജിക്കാർ ഉന്നയിച്ച പ്രധാന ആരോപണം. കാരണം കൃത്യമായി രേഖപ്പെടുത്താതെയാണ് വരണാധികാരി പത്രിക സ്വീകരിച്ചതെന്നും ഹർജിക്കാർ ഉന്നയിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു പത്രിക തള്ളണം എന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വെച്ചത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വികസനം മുരടിച്ചു നിൽക്കുന്ന തിരുവനന്തപുരത്തിന് പുതിയ ദിശാബോധം നൽകാൻ NDA തയ്യാറാക്കിയ വികസന രേഖയ്ക്ക് കഴിയുമെന്ന് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രതികരിച്ചിരുന്നു. തിരുവനന്തപുരത്തിന്റെ പരിവർത്തനത്തിന് ഈ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും നിഷ്ക്രിയ സമീപനമാണ് വികസനത്തിന്റെ കാര്യത്തിൽ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ പിന്നോട്ടടിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ഇനി കാര്യം നടക്കുമെന്നാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് നൽകിയ ഉത്തരമാണ് തന്റെ വികസന രേഖയെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. 3 പതിറ്റാണ്ടിനിടെ തിരുവനന്തപുരത്തിനായി ഒരു സമഗ്ര വികസന പദ്ധതി തയ്യാറാക്കുന്നതിൽ സർക്കാരുകൾക്കോ ജനപ്രതിനിധികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. ഇതിനൊരു മാറ്റം വരണമെന്നും ഇനി കാര്യം നടക്കണമെന്നുമുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വികസന രേഖ തയ്യാറാക്കിയിട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ രാജ്യത്തെ തന്നെ മികച്ച വികസന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരത്തെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.